ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് മേജറായിട്ട് നടക്കാൻ പോകുന്ന എന്ത് ഷിഫ്റ്റാണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് കാര്യമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്, എന്ത് ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഷിഫ്റ്റിന് ശേഷം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, യൂണിവേഴ്സ് എങ്ങോട്ടാണ് നിങ്ങളെ ഹെഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഓവറോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വൈകാരികമായിട്ട് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. വേണോ വേണ്ടേ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ഇമോഷണൽ വൈസാണ് നിങ്ങൾ ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു വൈകാരികമായിട്ടുള്ള കാര്യം വിട്ടുകളയാനും പറ്റില്ല, എന്നാൽ മുന്നോട്ട് നീങ്ങാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു എനർജിയാണ് ഇപ്പോഴത്തെ നിങ്ങളൊരു കറൻറ്റ് എനർജി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് അവസാനിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തോ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകണം. കാരണം ഇവിടെ ഒരു കപ്സ് ആയതുകൊണ്ട് തന്നെ അത് വൈകാരികമായിട്ടുള്ള യാത്രയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ്, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ടെംപ്റ്റേഷൻ, അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ എൻഡ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുവരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ മാറിപ്പോകണമെന്നോ അറിയാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വരുന്നൊരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്നും വിട്ടുമാറാനുള്ളൊരു അവസരമാണ് യൂണിവേഴ്സ് ഇവിടെ ഒരുക്കുന്നത്. ആ ഒരു കാര്യം ടോട്ടലി സ്റ്റോപ്പ് ആകുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത്. പുതിയൊരു അവസരം അല്ലെങ്കിൽ എന്താണ് ബിഗിനിങ് ആവാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഒരു നിങ്ങളുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സ് ഇവിടെ തരുന്നുണ്ട് ഒരു ബിഗിനിങ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് നീങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ യൂണിവേഴ്സ് തരാൻ പോകുന്നത് നിങ്ങൾക്ക്. നിങ്ങളെ യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ടാണ് പുഷ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പേഴ്സണായി മാറുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ജീവിക്കാൻ മറക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പല സമയത്തും മറന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് ഒരു ഹിൻഡ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഇവിടെ. നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് കാണുന്നത്. ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലോക്കേജസും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും അടുത്തത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന യൂണിവേഴ്സ് എത്തിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ രണ്ടിലും വന്നിരിക്കുന്നത് വാണ്ട് കൂടിയാണ്. അപ്പോൾ ഫയർ എലമെൻ്റാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആഗ്രഹിക്കുന്ന ഒരു പാഷനുമായിട്ട് നിങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിനുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങൾ ആര് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ തന്നെ ഒരു എനർജി ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 9 ഓഫ് കപ്സ് ആണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷിഫ്റ്റിനെ നല്ല രീതിയിൽ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ സ്വീകരിക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു മെജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞത് നിങ്ങൾ കുറേ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബായിരിക്കാം, ആഗ്രഹിക്കുന്ന റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടുപാടിൽ നിന്നും വിട്ടു നിൽക്കണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം നിങ്ങളുടെ. എന്ത് തന്നെ ആയാലും ആ ഒരു മാനിഫെസ്റ്റേഷനാണ് ഇവിടെ ഒരു ഔട്ട്കം കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോൾ ഒരു തോട്ട്, അതിവിടെ നിറവേൽക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതാണ് ഈ ഒരു മേജർ ഷിഫ്റ്റിന് ശേഷം നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ് ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലുള്ള കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലുള്ള ടെൻഷൻസും ഫിയറും എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു സ്റ്റോപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള പുതിയ ബിഗിനിങ്സ് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ പോകുക, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് നീങ്ങാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. വളരെ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റിൽനെസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. അതിനെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടൂടെ മനസ്സിലാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു ഷിഫ്റ്റിന് ശേഷം വരുന്ന ഒരു മേജർ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു മേജർ ഷിഫ്റ്റ്, എൻഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ബിഗിനിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.